ഹായ്, ഇതെന്താ അറിയോ? ഇത് നോക്ക്, ഇതെന്താണെന്നറിയോ? ഇത് തേൻനെല്ലിക്ക. ശരിക്കും പറഞ്ഞാൽ തേൻനെല്ലിക്ക എന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന സാധനത്തിൽ തേനും നെല്ലിക്കയും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ശർക്കര പാനിയിലോ അല്ലെങ്കിൽ പഞ്ചസാര പാനിയിലോ റെഡിയാക്കി എടുക്കുന്ന നെല്ലിക്ക നമുക്ക് തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രഡീഷണൽ തേൻ നെല്ലിക്ക അങ്ങനല്ല. ശരിക്കും നെല്ലിക്കയും തേനും മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് തേൻ നെല്ലിക്ക ഞാൻ ഉണ്ടാക്കിയതാ. അപ്പം നല്ല സെറ്റായിട്ടിരിക്കുന്ന കണ്ടപ്പം അടിപൊളിയല്ലേ? പക്ഷെ ഇത് കണ്ടാൽ കുറച്ചുണ്ടെന്നല്ലേ തോന്നുള്ളൂ, പക്ഷെ ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ ഉള്ള തേൻനെല്ലിക്കയാണ് ഇത്രയും. അപ്പം ഞാൻ വിചാരിച്ചു 250യുടെ തേൻനെല്ലിക്ക ഉണ്ടാക്കിയേക്കാന്ന്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ പച്ചനെല്ലിക്ക എടുത്ത് തേനിനകത്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം അതിൽ തന്നെ നിന്നിട്ട് നമുക്കതൊരു ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് നെല്ലിക്കിരിക്കും. എന്നിട്ട് നമുക്കത് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇത് ന്യൂട്രിയൻസ് ഒന്നും പോകുന്ന പോലെ വേവിച്ചട്ട് കളയരുത്. ജസ്റ്റ് ഒന്ന് ആവിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആവി ഒന്ന് കയറി വന്നാൽ മതി. അങ്ങനെ ആക്കും. എന്നിട്ട് നമ്മൾ ബോട്ടിലിട്ടിട്ട് അതിനകത്ത് എന്തിടും? നമ്മുടെ തേൻ, നല്ല തേൻ ഒഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഉണ്ടാക്കാൻ തേനും നെല്ലിക്കൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ ഞാൻ അയക്കാം കേട്ടോ, എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കാം. നെല്ലിക്ക ഈ കുപ്പിക്കകത്തോട്ടിടുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ നല്ല ഫ്രഷ് തേൻ ഒഴിക്കണം കേട്ടോ. നല്ല തേന് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ദേ നല്ല ക്യൂട്ടായിട്ടുള്ള 250യുടെ കുറച്ച് കാണുമ്പോൾ ഭയങ്കര കുറച്ചുള്ള പോലെ തോന്നൂലേ? പക്ഷേ വെയിറ്റ് ഉണ്ട് കേട്ടോ. 250 ഗ്രാമിൻ്റെ തേൻനെല്ലിക്കയാണ് ഇത്. ഇത് 500 ഗ്രാമിൻ്റെ തേൻനെല്ലിക്കയും. പിന്നെ തേൻനെല്ലിക്കയ്ക്ക് റേറ്റ് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താ തേൻനെല്ലിക്ക നല്ല തേനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും നമുക്ക് റേറ്റ് വരുമല്ലോ. പക്ഷേ നമ്മൾ ഷുഗർ സിറപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്ര റേറ്റ് വരത്തില്ല. അതിന് 2 വ്യത്യാസം ഉണ്ടാവും കേട്ടോ. തേൻനെല്ലിക്ക ഞാൻ സെറ്റ് ചെയ്ത് കഴിച്ച് കാണിക്കണ്ടേ? കഴിച്ച് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ 2-3 ദിവസമായിട്ട് വെച്ചിട്ട് നോക്കി. ഇതുണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി? ഇതിങ്ങനെ ഇങ്ങോട്ട് പൊട്ടിക്കുക. ഇതിങ്ങനെ മൊത്തത്തോടെ തിന്നാനുള്ള അത്രയും മധുരം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. തേനല്ലേ, എനിക്ക് തേൻ തന്നെ ഇങ്ങനെ കഴിക്കണം. അപ്പം കുറച്ച് സിറപ്പെടുക്കുക, ഒരു തേൻനെല്ലിക്ക് ഇടുക. പക്ഷെ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. എന്നിട്ട് ദേ എല്ലാ ദിവസവും ഓരോ നെല്ലിക്ക കഴിച്ചാൽ മതിയല്ലോ. അടിപൊളിയല്ലേ? ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് നോക്കിയതാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തേൻനെല്ലിക്ക വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോട്ടോ. ഞാൻ തേൻനെല്ലിക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എടുക്കാറാവുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നുള്ളൂ, നമ്മളെങ്ങനെ തേൻനെല്ലിക്ക പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. ബാക്കി തേൻനെല്ലിക്ക എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോയേ. ബൈ.